അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. സംഭവം കൈവിട്ടു പോയി. 3 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര 2-0 ഇന്ത്യ തോറ്റുകൊണ്ട് ഓസ്ട്രേലിയക്ക് മുന്നിൽ അടിയറവ് വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഏകദിനം അഡ്ലെയ്ഡ് ഓവലിൽ വെച്ച് കഴിഞ്ഞു. എല്ലാവരും അറിയുന്ന പോലെ ഇന്ത്യ വീണ്ടും അന്തസ്സായിട്ട് തോറ്റു. ആദ്യ മത്സരം പെർത്തിലത്തെ തോറ്റു, രണ്ടാം മത്സരം അഡ്ലെയ്ഡിലെ തോറ്റു. അങ്ങനെ 2 മത്സരങ്ങൾ തോറ്റ് 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ തോറ്റിരിക്കുന്നു. എന്ത് പറയാനാ, തോറ്റു. ഇപ്പം ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിലേക്കുള്ള വരവ് അതിഗംഭീരമായിരിക്കുന്നു. തോൽവിയോടുകൂടെ വിരാട് കോഹ്ലി 2 മത്സരങ്ങളിലും സംപൂജനായി മടങ്ങി. രോഹിത് ശർമ്മ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടു, രണ്ടാം മത്സരത്തിൽ 73 മത്സരത്തിൽ മികച്ചു നിന്നു. ഗില്ല് 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. അങ്ങനെ എടുത്ത് പറയത്തക്ക കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും സംഭവം കൈവിട്ടു പോയി. ഇന്ത്യ തോറ്റു, തുന്നം പാടിയിരിക്കുന്നു. ഇനി ഒരു ചടങ്ങിന് മാത്രം ഒരു ഏകദിനം ബാക്കിയുണ്ട്. ആ ഏകദിനം ജയിച്ചുകൊണ്ട് മാനം രക്ഷിക്കാൻ വേണ്ടി ഇനി നോക്കാം. അല്ലാണ്ട് വേറെ ഇന്ത്യക്ക് മുന്നിൽ വഴികളില്ല. ഏതായാലും തോൽവിയുടെ വക്കിൽ എന്ന് തോറ്റുകൊണ്ടിരുന്ന ഓസ്ട്രേലിയ ഇന്ത്യ ജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാനായിട്ടൊക്കെ അവർ തോറ്റ് നിൽക്കുകയായിരുന്നു. പാകിസ്ഥാനായിട്ടും അവർ തോറ്റു, പിന്നെ സൗത്ത് ആഫ്രിക്കയായിട്ടും തോറ്റിട്ട് നിൽക്കുകയായിരുന്നു ഓസ്ട്രേലിയ. അതിപ്പോൾ ഇന്ത്യ ആ മാനക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടി തോറ്റിട്ടുണ്ട് വെച്ചെങ്കിൽ നാട്ടിൽ അവർ 3 പരമ്പര തോക്കുന്ന ലെവലിലൊക്കെ ആയേനായിരുന്നു. അത് ഏതായാലും മാറിക്കിട്ടി.